ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നാളത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയ ഷെയർസിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ശനിയാഴ്ചത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടുള്ള ഷെയർസിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് നമുക്ക് ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റ് അപ്ഡേഷൻസും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. ലൈവ് മാർക്കറ്റിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻട്രീസ് കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഇവിടെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഷെയർസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആരതി ഇൻഡസ്ട്രീസ് ആണ്. ആരതി ഇൻഡസ്ട്രീസ് അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോൺ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നാളത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഒരു റെസിസ്റ്റൻസ് സോണിൻ്റെ മുകളിൽ ഒരു 3 മിനിറ്റ് സ്കാനിൽ എന്തെങ്കിലും ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ഒരു സിംഗിലോ സ്റ്റോപ്പ് ലോസ് ആയിട്ടും 1:1 ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ള രീതിയിലും നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, പിന്നെ നിങ്ങളുടെ റിസ്ക് അനുസരിച്ചിട്ട് സെക്കൻഡ് ടാർഗറ്റ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്താൽ മതി. പിന്നെ നമുക്ക് രണ്ടാമത് വരുന്ന ഷെയറാണ് ഗ്രാന്യൂൾസ് ഇന്ത്യ. ഓക്കെ, അപ്പം ഈ ഷെയറിൻ്റെ ഒരു ഓക്കെ ഈ ഷെയറിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോൺ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നാളത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ഇത് ഓപ്പൺ ചെയ്ത് ഈ ഒരു റെസിസ്റ്റൻസ് സോണിൻ്റെ മുകളിൽ ഒരു 3 മിനിറ്റ് സ്കാനിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഇതൊരു ഇനീഷ്യൽ സ്റ്റേജിൽ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഈ ഒരു സിംഗിൾ സ്റ്റോപ്പ് ലോസ് ആയിട്ടും 1:1 ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ള രീതിയിലും നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇതൊരു ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്. നിങ്ങളുടെ റിസ്ക് അനുസരിച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് കണ്ടീഷൻ ടെക്നിക്കൽ അനാലിസിസ് പ്രകാരം ഇങ്ങനെ ഒരു എൻട്രി ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് എൻ്റെ പേഴ്സണൽ അനാലിസിസ് ആണ്. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ഒരു 3 മിനിറ്റ് സ്കാനിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒരു 3 മിനിറ്റ് സ്കാനിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്സൈഡ് പൊട്ടൻഷ്യൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് മൂന്നാമതായിട്ട് വരുന്ന ഷെയറാണ് HCL ടെക്നോളജീസ്. HCL ടെക് ഓക്കെ, അപ്പം അതിൻ്റെ ഒരു സപ്പോർട്ട് സോൺ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നാളത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ഈ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ഒരു 3 മിനിറ്റ് സ്കാനിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രി എക്സ്പെക്റ്റ് ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂവ്മെൻറ്റ് ഡൗൺ സൈഡിലേക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സിംഗ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയിട്ടും 1:1 ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ള രീതിയിലും എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഷെയർ. പിന്നെ നമുക്ക് നാലാമത് വരുന്നത് ICICI ബാങ്ക് ആണ്. ICICI ബാങ്കിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോൺ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ് സ്കാനിൽ നല്ലൊരു ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡ് പൊട്ടൻഷ്യൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ഒരു സിംഗിലോ സ്റ്റോപ്പ് ലോസ് ആയിട്ട് 1:1 ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ള രീതിയിലും ഇതിലും എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എൻ്റെ പേഴ്സണൽ അനാലിസിസ് ആണ്. ടെക്നിക്കൽ അനാലിസിസ് പ്രകാരം എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ മാത്രമാണ്. നിങ്ങൾക്ക് എൻട്രീസിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എൻട്രി എടുക്കാം. നിങ്ങൾക്ക് കൂടെ അനാലിസിസ് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എൻട്രി എടുക്കാം. സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഷെയറാണ് അതുൽ ലിമിറ്റഡ്. ഓക്കെ, LTD. ഇതിൻ്റെ ഒരു സപ്പോർട്ട് സോൺ ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ഒരു 3 മിനിറ്റ് സ്കാനിൽ താഴത്തേക്ക് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ഒരു സിംഗിലോ എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഈ ഒരു സിംഗ് ഹൈ എന്നുള്ള രീതിയിലും സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്തതിന് ശേഷം 1:1 ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് അവസാനമായിട്ട് വരുന്ന ഷെയറാണ് ബർജർ പെയിൻസ്. ഓക്കെ,
ഓക്കെ, ബർഗർ പെയിൻസിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോൺ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്തൊരു 3 മിനിറ്റ് സ്കാനിലോ നല്ലൊരു ക്ലോസിങ് അവിടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇപ്പം നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് ഇവിടെ കാണുകയാണെങ്കിൽ തന്നെ എൻട്രി എടുക്കാം. അങ്ങനെ ഒന്ന് കാണുമ്പോൾ എൻട്രി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം ഈ ഒരു സിംലോ, അതായത് ഈ ഒരു ലോ എന്നുള്ള രീതിയിൽ ഇനീഷ്യലി സ്റ്റോപ്പ് ലോസ് എന്നുള്ള രീതിയിലും 1:1 ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ള രീതിയിലും ഇതിലും നമുക്കൊരു എൻട്രി എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടേതായിട്ടുള്ളൊരു അനാലിസിസ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം ഓക്കെ ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 6 ഷെയർസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ നല്ല മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള ഷെയർസ് എന്ന് പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ അവസാനമായിട്ടൊരു ഷെയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാറ്റ ഇന്ത്യ. ഒരു എക്സ്ട്രാ എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു ബാറ്റ ഇന്ത്യയുടെ ഷെയർ. അത് നമുക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഈ ഒരു മൂവ്മെൻറ്റ് വന്നപ്പോൾ തന്നെ നമുക്കിവിടെ ഒരു എൻട്രി എടുക്കുക. എൻട്രി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് അതിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂവ്മെൻറ്റ് ഇതിൽ കിട്ടിയിട്ടുണ്ട്. 1:1 പുറമെ 1:2 അടുത്തൊക്കെ നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായ ഷെയറാണ് CDSL. CDSLൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CDSL ഓപ്പണിങ്ങിൽ തന്നെ ആ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്തിട്ടായിരുന്നു ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എൻട്രി എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 1:1 എന്നുള്ള രീതിയിൽ നമുക്ക് എന്തായാലും ടാർഗറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ സ്റ്റോപ്പ് ലോസും ഈ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ 1:1 ടാർഗറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അച്ചീവ് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഷെയറാണ് അപ്പോളോ ടയേഴ്സ്. അപ്പോളോ ടയേഴ്സ് ഓപ്പൺ ചെയ്തത് ഈ പറയുന്ന റെസിസ്റ്റൻസ് സോണിൻ്റെ മുകളിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെസിസ്റ്റൻസ് സോണിൻ്റെ മുകളിലായിട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഒരു ക്ലോസിങ് വരണം, ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ. പക്ഷേ ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റെസിസ്റ്റൻസ് സോണിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്തു, പക്ഷേ ക്ലോസ് ചെയ്യുമ്പോൾ അത് താഴത്തേക്ക് വന്നിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായി. പിന്നെ ഒരു ബെയറിഷ് ട്രെൻഡാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ എൻട്രി ഇല്ല. ഓക്കെ, ഈ അപ്പോളോ ടയേഴ്സ് ട്രിഗർ ആയിട്ടില്ല, അതിൽ എൻട്രി നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് PFCയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ആ ഒരു റെസിസ്റ്റൻസ് സോണിൻ്റെ മുകളിലായിരുന്നു ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു മിനിറ്റ്, ഓക്കെ, റെസിസ്റ്റൻസ് സോണിൻ്റെ മുകളിലായിരുന്നു ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു റിസ്കി ടൈപ്പ് എൻട്രി ആയിരുന്നു. നമ്മൾ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ ഒരു സിംഗിളോ ആണ് കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ടാകും. ഓക്കെ, പക്ഷേ ഈ ഒരു സിംഗിളോ ആണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടാകും. ഈ ഒരു ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് എന്നുള്ള രീതിയിൽ നമുക്ക് എക്സിറ്റ് ആവേണ്ടി വരും. ഇതാണ് നമ്മൾ സിംഗിളോ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ടാർഗറ്റ് ആയിട്ടുണ്ട്, 1:1 ടാർഗറ്റ് എന്നുള്ള രീതിയിൽ ആയിട്ടുണ്ട്. അതായത് നമുക്കൊരു അറൗണ്ട് ഒരു 425 എൻട്രി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 431.50 ഒക്കെ നമുക്ക് ടാർഗറ്റ് എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ ഇതാണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1:1 ആയിട്ടില്ല, ആ ടാർഗറ്റ് കിട്ടിയില്ല, നമ്മൾ സ്റ്റോപ്പ് ലോസിൽ എക്സിറ്റ് ആവേണ്ടി വരും. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് BHEL ഇതുപോലെ തന്നെ റെസിസ്റ്റൻസ് സോണിൻ്റെ മുകളിലായിരുന്നു ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം 1:1 ടാർഗറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, BHEL കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1:1 ടാർഗറ്റ് എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു അറൗണ്ട് 5 പോയിൻറ്റ്സിൻ്റെ അടുത്ത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇൻ കേസ് ഈ ഒരു എൻട്രി കറക്റ്റ് ആയിട്ടില്ല, സ്റ്റോപ്പ് ലോസും ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ട്, എൻട്രി നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിലും ഒരു സ്റ്റോപ്പ് ലോസ് എന്നുള്ള രീതിയിൽ ഹിറ്റാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ബഡ്ജറ്റാണ്, ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എങ്ങനെയായിരുന്നു എൻട്രി എടുക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് അനാലിസിസ് ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മൾ അവസാനമായിട്ട് അന്നത്തെ വീഡിയോയിൽ ഫസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് BPCL. BPCL നമുക്ക് എൻട്രി ഉണ്ടായിട്ടില്ല, കാരണം അത് ആ ഒരു റെസിസ്റ്റൻസ് സോൺ ക്രോസ് ചെയ്തിട്ടില്ല. ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മാത്രമേ നമുക്കത് എൻട്രി ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അത് ക്രോസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ BPCL എൻട്രി ഇല്ല. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഷെയർസ് നിങ്ങൾ അനാലിസിസ് ചെയ്യുക, അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം നാളെ എൻട്രി എടുക്കാൻ നോക്കാം. ഈ പറയുന്ന ക്രൈറ്റീരിയാസ് എല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷം അതെല്ലാം ഓക്കെ ആകുന്നുണ്ടോ നോക്കിയിട്ട് മാത്രം എൻട്രി എടുക്കാം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഏതാണ് തോന്നിയത്, ഏത് ഷെയറാണ് നാളെ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളതെന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ വേറെ ഏതെങ്കിലും ഷെയർസ് അനാലിസിസ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഫണ്ടമെൻ്റൽ അനാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ. നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റ് അപ്ഡേഷൻസ് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ.